കേരള ഗവർണറുടെ രാജ്യ പുരസ്കാരം എന്ന അവാർഡും ഞങ്ങളുടെ ഒരു കുട്ടി നേടുവാനായിട്ടിടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾ അഭിമാനത്തോടെ ഞങ്ങൾ അതിവിടെ പ്രസ്താവിക്കുകയാണ്. മലയാള മനോരമയിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ആ വാർത്ത വായിച്ചു കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആ കുട്ടിയെ ഒന്ന് അനുമോദിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ വാർഷികം നാളെ കൊടുക്കാനാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇന്നൊരു നല്ല ചാൻസ് ഞങ്ങളുടെ വിശേഷിച്ച് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ കടന്നു വന്നപ്പോൾ ആ കാര്യം നിർവഹിക്കണമെന്ന് സൺഡേ സ്കൂളിന്റെ സൂപ്രണ്ടായിരിക്കുന്ന എളിയവന് ഒരു താല്പര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ ആ കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരുടെയും സമ്മതത്തോടുകൂടെ കർത്താവ് സ്തോത്രം ഇന്ന് അത് കൊടുക്കുവാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പൈതലിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഷീബ ജോയി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ രാജ്യ പുരസ്കാരം ഗവർണറിൽ നിന്നും രാഷ്ട്രപതി അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും ദൈവത്തിന് സ്തോത്രം അവൾക്ക് ലഭിക്കുവാനിടയായി. ഞങ്ങളുടെ ഈ ചെറിയ ഉപഹാരം നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഈ പൈതലിന് നൽകി അനുമോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും. അംഗീകാരവും പ്രോത്സാഹനവും എല്ലാവരുടെയും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ ഒരു കുട്ടി ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും കേരള ഗവർണറുടെയും അവാർഡ് വാങ്ങിയെന്നുള്ളത് ചെറിയ കാര്യമല്ല. പെന്തക്കോസ്തുകാര് പല മണ്ഡലത്തിലും പിന്നിലായിരുന്നുവെങ്കിലും ഇന്ന് വിദ്യാഭ്യാസത്തിലും സാങ്കേതികമായ കഴിവ് തെളിയിക്കുന്നതിലുമൊക്കെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിന്റെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ജീവിതത്തിന്റെ തുടർന്നുള്ള യാത്രയിലും എല്ലാ മണ്ഡലങ്ങളിലും ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആത്മീയത്തിലും ഏറ്റവും മുൻപത്തിയിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഉന്നതമായ ഒരു ഭാവി ദൈവസന്നിധിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.